RSS നേതാക്കളുമായിട്ട് സുധാകരൻ അടുപ്പമുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. 3 തവണ എന്നെ വധിക്കാൻ ബോംബെറിഞ്ഞ് നടന്നിട്ടുള്ള RSS BJP ആ പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് ഒന്ന് അൽഷിമേഴ്സ് ഉണ്ടോ, അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ടോ? അതുകൊണ്ട് ആദ്യം സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക്, ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശ്രമിക്കുക, മരുന്ന് കൃത്യമായി കഴിക്കുക, ഓർമ്മശക്തി തിരിച്ചു പിടിക്കൂ, സത്യങ്ങളിൽ ഊന്നി നിൽക്കൂ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് EP ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് 90% കഴിഞ്ഞപ്പോ എന്തേ ഭയപ്പെട്ട് പിന്മാറിയത്? ജയരാജൻ അറിയാം ഭീഷണി വന്നത് ചില്ലറ ഭീഷണി ആയിരിക്കില്ല. സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും കൊട്ടേഷൻ കൊടുക്കാൻ മടിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ, ആ സംഘടനയെ ഭയപ്പെട്ടതുകൊണ്ടാണ് ജയരാജൻ ഒളിച്ചോട്ടം നടത്തിയിട്ടുള്ളത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന CPM മുദ്രാവാക്യത്തിന് സുധാകരൻ തിരിച്ചടി നൽകിയത്. BJPയിൽ ചേരാൻ ചർച്ച നടത്തിയ മുതിർന്ന CPM നേതാവ് മറ്റാരുമല്ല EP ജയരാജനാണെന്ന് സുധാകരൻ തുറന്നടിച്ചു. ഡാമേജ് ഒഴിവാക്കാൻ മാധ്യമങ്ങളെ കണ്ട ജയരാജൻ എല്ലാം നിഷേധിച്ചു. BJP കേന്ദ്ര നേതാക്കളുമായി ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കിയ ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ട് പോലുമില്ലെന്ന് ജയരാജൻ. രാഷ്ട്രീയ ഇടനാഴികളിലെ ദല്ലാൾ നന്ദകുമാറും ഉടൻ സടകുഴഞ്ഞെഴുന്നേറ്റു. മാധ്യമങ്ങളെ കാണാനെത്തിയത് ജയരാജനോട് സംസാരിച്ച ശേഷമെന്ന് നന്ദകുമാർ. BJPയിൽ ചേരാനല്ല ജാവദേക്കറുമായി ചർച്ച നടത്തിയത്, മറിച്ച് CPM BJP ഡീലിംഗ്സിന് വേണ്ടിയാണെന്ന് ദല്ലാൾ. എല്ലാം തെരഞ്ഞെടുപ്പിനു ശേഷം വ്യക്തമാക്കാമെന്ന് 2 ദിവസം മുൻപ് പറഞ്ഞിരുന്ന ശോഭാ സുരേന്ദ്രൻ ഇതോടെ രംഗത്തെത്തി. BJPയിൽ ചേരാൻ ജയരാജൻ 90% സമ്മതിച്ചിരുന്നുവെന്ന് ശോഭ. BJPക്കെതിരെ ചാമ്പ്യനാരെന്ന മത്സരത്തിനിടെ കേരളത്തിൽ BJP മോഹത്തിലോ മുതിർന്ന നേതാക്കളും. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്തു. പ്രൈം ഡിബേറ്റിൽ CPM വക്താവ് ശ്രീ KS അരുൺകുമാർ, BJP വക്താവ് ശ്രീ യുവരാജ് ഗോകുൽ, കോൺഗ്രസ് വക്താവ് ശ്രീ KP നൌഷാദ് അലി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ KS അരുൺകുമാർ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപത്തെ ദിവസം ഇങ്ങനെയൊരു വിഷയം ചർച്ചയാക്കേണ്ടി വന്നത് തന്നെ ഇന്ന് സുധാകരൻ EP ജയരാജന്റെ പേര് പറഞ്ഞത് കൊണ്ടാണ്. 2 ദിവസം മുമ്പ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഒരു മുതിർന്ന CPM നേതാവ്, അതും മുഖ്യമന്ത്രിയോടൊപ്പം തലപ്പൊക്കമുള്ള ഒരു നേതാവ് BJPയിൽ ചേരാനായി ചർച്ച നടത്തിയിരുന്നു, പക്ഷേ ഞാൻ ആ പേര് പറയില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ശോഭയെ കൊണ്ട് ആ പേര് ഒന്നുകൂടി ഉറപ്പിച്ച് പറയിപ്പിച്ചത് സുധാകരന്റെ ഈ വാക്കുകളായിരുന്നു. EP ജയരാജൻ എന്തിന് ചർച്ച നടത്തി എന്നതിൽ ഇപ്പോഴും 2 പക്ഷം നിൽക്കുകയാണ്. ഒന്ന് BJPയിൽ ചേരാൻ വേണ്ടി, 2 CPM BJP ഡീലിംഗ്സ് ഉറപ്പിക്കുന്നതിന് വേണ്ടി. 2-1 സംഭവിച്ചിട്ടുണ്ട്. ശ്രീ KS അരുൺകുമാർ, ഇതുവരെ വന്ന വെളിപ്പെടുത്തലുകളിൽ നോക്കുമ്പോൾ നാളെ നടക്കാൻ പോകുന്ന 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കണമോ, ഇന്ത്യയുടെ മതേതരത്വവും ഫെഡറലിസവും ജനാധിപത്യവും നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിൽ തന്നെ തുടരുമോ എന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷം നിരവധി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി അതൊന്നും പാലിക്കാതെ ഈ രാജ്യത്തെ ജനങ്ങളെ കൂടുതൽ തീരാ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടു. അത് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കാര്യത്തിലുമെല്ലാം രാജ്യം എങ്ങനെയായിരുന്നോ കഴിഞ്ഞ 10 വർഷം മുമ്പ്, ഇപ്പോൾ അതിന്റെ എല്ലാം പടിപടിയായി താഴേക്ക് ഇറങ്ങി ഏറ്റവും ദയനീയ സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ മതസാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ മതവൈര്യത്തിന്റെ കലാപത്തിയിൽ ചുട്ടരിച്ച് ഒരു മതരാഷ്ട്രമാക്കി ഈ രാജ്യത്തെ മാറ്റാൻ വേണ്ടി നിരവധി നിയമനിർമ്മാണവും തുടർ ഇടപെടലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുന്നു, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു, എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾ ഏറ്റവും ഗൌരവമായി ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്.
സംസ്ഥാനത്താണെങ്കിൽ കഴിഞ്ഞ 7.5 വർഷമായി കേരള ഗവൺമെന്റിന്റെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിച്ച് മുന്നോട്ട് പോകുന്നു. അടുത്ത കാലത്ത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള നികുതി നിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കടമെടുക്കാനുള്ള തോത് വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വിശദീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഇടയിൽ അടുത്ത കാലത്ത് കോൺഗ്രസ് BJP ആയി മാറിയതും ആ ഒഴുക്കും എല്ലാം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ഉയർത്തിയിട്ടുണ്ട്. 16ഓളം മുഖ്യമന്ത്രിമാരാണ് അടുത്ത കാലത്ത് കോൺഗ്രസ് വിട്ട് BJP ആയി മാറിയത്. ഇന്നിപ്പോ ഇന്ത്യയിലുള്ള 4 BJPയുടെ മുഖ്യമന്ത്രിമാർ പഴയകാല കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ തന്നെയാണ്. ഇതെല്ലാം കണക്കുകൾ വെച്ച് തന്നെ നിരവധി ചർച്ചകളിലും സംവാദങ്ങളിലും എല്ലാം നമ്മൾ പങ്കെടുത്തിട്ടുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വന്ന് ഇത്തരത്തിൽ കെ സുധാകരൻ ഒരു വെളിപ്പെടുത്തൽ നടത്തുക, അതിന് സഖാവ് EP അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. 2 ദിവസമായി എന്തൊക്കെയോ ശോഭാ സുരേന്ദ്രൻ വിളിച്ചു പറയുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ പല വെളിപ്പെടുത്തലുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ദല്ലാൽ നന്ദകുമാർ വരുന്നുണ്ട്. അദ്ദേഹം പലതും വാങ്ങിച്ച വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതൊന്നും ആരും ഓൺ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷം അതിന്റെ ഒന്നും പുറകിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതൊന്നും ഞങ്ങൾ വലിയ പ്രാധാന്യം കാണുന്നില്ല. EP ജയരാജൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും മരുന്ന് കഴിക്കാത്ത ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പറയുമ്പോൾ BJPക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ചാമ്പ്യൻ ആര് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. അത് മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് ഒട്ടേറെ നേതാക്കൾ BJPയിലേക്ക് പോയിട്ടുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയുമാണ്. പക്ഷേ ഈ BJP മോഹം അത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് മാത്രമല്ല, CPMന്റെ നേതാക്കൾക്കുമുണ്ട്, അത് മുതിർന്ന നേതാക്കൾക്ക് പോലും ഉണ്ട് എന്നതിന്റെ ഉദാഹരണമാണല്ലോ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ഇത് BJP ക്യാമ്പിൽ നിന്ന് ഞങ്ങളുമായിട്ട് ചർച്ച നടത്തിയ ഒരാളുടെ പേര് ഞങ്ങൾ പറയുന്നു എന്ന രീതിയിൽ വന്നതല്ല. ദല്ലാൽ നന്ദകുമാർ എന്നയാളാണ് ഇതിന് തുടക്കമിട്ടത്. ജയരാജനുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് ദല്ലാൽ നന്ദകുമാർ. ഏറ്റവും ഒടുവിൽ ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയതും ജയരാജനോട് ചോദിച്ചിട്ടാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ജയരാജന് ഡാമേജ് ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം ഇന്ന് നടത്തിയതും. ചർച്ച നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജാവദേക്കറുമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ജയരാജൻ പറയുകയാണ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന്. ശോഭാ സുരേന്ദ്രൻ ഞാൻ അറിയുക പോലും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജയരാജൻ തടിയൂരുകയാണ്. വിശ്വസിക്കാൻ പ്രയാസമാണ്. ശ്രീ KS അരുൺകുമാർ. അല്ല, ഇതിലെ ആരെയും വിശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നൊന്നും ഞങ്ങൾ നിർബന്ധം പിടിക്കുന്നില്ല. കാരണം ഇവിടെ ശ്രീ EP ജയരാജൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കൂടിക്കാഴ്ചയും ഒരു തരത്തിലുള്ള ചർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാണ് ആധികാരികം. അങ്ങനെയാണെങ്കിൽ കെ സുധാകരനെതിരെ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലും നിങ്ങൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, BJPയുമായി ചർച്ച നടത്തി BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചയാളാണ് കെ സുധാകരൻ, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് എന്ന കാര്യം നിങ്ങൾ ഉന്നയിക്കുന്നതാണല്ലോ. ഇന്ന് ജയരാജൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു അതിന് നിങ്ങളുടെ കയ്യിൽ എന്താ ആധികാരികമായ ഉണ്ടായിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. സുധാകരൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന്. എന്നിട്ടും സുധാകരനെതിരെ നിങ്ങൾ വാളെടുത്തല്ലോ. അപ്പോൾ ജയരാജൻ അങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് ആ ചർച്ചയിൽ പങ്കാളികളായവർ കൂടി പറയുമ്പോൾ നിങ്ങൾ നിഷേധിക്കുകയാണ്. അതെങ്ങനെയാണ് രണ്ട് നീതി? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഐ വിൽ ഗോ വിത്ത് BJP എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ പര്യടനം അവസാനിക്കുന്ന 5 മണിക്ക് ശേഷം 6 മണി വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വെച്ച് പോലും ഐ വിൽ ഗോ വിത്ത് BJP എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെ സുധാകരൻ, അദ്ദേഹം തുടർച്ചയായി നടത്തിയ പ്രസ്താവനകൾ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നും കണ്ണൂർ RSS ശാഖയെ വളർത്താൻ ഞാനാണ് അതുല്യമായ സംഭാവന നൽകിയത് എന്നും അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും ആവർത്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ആരും പറഞ്ഞുകൊണ്ടാണോ കേരള ജനത മനസ്സിലാക്കിയത്? അത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഇപ്പൊ ഈ കേരളത്തിൽ 4 BJPയുടെ സ്ഥാനാർത്ഥിമാർ പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരാണെന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലില്ലേ? ഈ കേരളത്തിൽ 4 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ആകെ ഉണ്ടായിരുന്നത്. ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ ഇപ്പോൾ BJPയിലാണ്. അതുപോലെ തന്നെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയുടെ സ്ഥാനാർത്ഥിയാണ്, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലാണ്. ഇനി ആകെ പോകാനുള്ളത് ഉമ്മൻചാണ്ടിയുടെ മകൻ മാത്രമാണ്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉള്ളപ്പോ ഏതെങ്കിലും CPMന്റെ ഉത്തരവാദിത്തപ്പെട്ടയാൾ അങ്ങനെ ചർച്ച നടത്തി പോകൂ. എത്ര നുണപ്രചരണങ്ങളുടെ പുറകെ പോയാലും അത് ചർച്ച ചെയ്തോട്ടെ. കാരണം ആർക്കും ആരോപണം ഉന്നയിക്കാം. ആ ആരോപണത്തിന്റെ ഭാഗമായി പലർക്കും പത്രസമ്മേളനം നടത്താം. പത്രക്കാർക്ക് മറ്റൊന്നും ചർച്ച ചെയ്യാൻ കിട്ടാതെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം കൊണ്ടുവന്ന് അത് ചർച്ച ചെയ്യാം. അത് വച്ചുകൊണ്ട് ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റത്തെ തടയാനോ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന രാഷ്ട്രീയത്തെ അപ്രസക്തമാക്കാനോ ഒന്നും കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം ശരിയാണ്. CPMന് എന്തായാലും ഓൺ ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ EP ജയരാജൻ അത് നിഷേധിക്കുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പിന് ശേഷം എന്തായാലും ഇത് വലിയ ചർച്ചാ വിഷയമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല ഇതിലെ തെളിവുകൾ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഇന്ന് ശോഭ പറഞ്ഞതിൽ EP ജയരാജന്റെ
മകൻ ഇല്ലേ ശോഭയ്ക്ക് അയച്ച വാട്സപ്പ് സന്ദേശമൊക്കെ ഉണ്ട്. അത് ഈ ചർച്ചകളെ കുറിച്ചുള്ളതാണ്. പിന്നെ ഒരുപാട് കാര്യമുണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം ഒക്കെ വന്നിട്ടുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ KP നൗഷാദ് അലി, സുധാകരനാണ് ഇന്ന് ഈ കാര്യം ഇത് പുറത്തു വരണം എന്നുള്ള ആഗ്രഹം കോൺഗ്രസിനാണെന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ശോഭ ഇത് പുറത്തു പറയാൻ ഉദ്ദേശിച്ചതല്ല, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നാണ് പറഞ്ഞത്. ദല്ലാൾ ആദ്യം വന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു, ശോഭ പക്ഷേ അതിൻ്റെ ഒരു സൂചന മാത്രം നൽകുന്നു. ഇന്ന് സുധാകരൻ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് അത് മറ്റാരുമല്ല EP ജയരാജനാണ് എന്ന്. അപ്പോൾ നിങ്ങളുടെ അജണ്ടയാണല്ലോ അക്കാര്യത്തിൽ. പക്ഷേ ഈ പറയുന്ന സുധാകരന് ഇതിനകത്ത് എന്താണ് ധാർമ്മികതയുള്ളത്? ഇതേ കാര്യം തന്നെ സുധാകരൻ നടത്തിയിട്ടുള്ളതാണല്ലോ, BJP-യുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളതാണല്ലോ. ഇവിടെ സുധാകരൻ എവിടെയാണ് BJP-യായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. എന്തെങ്കിലുമൊക്കെ അങ്ങ് തട്ടിമൊളിക്കരുത്. ഇവിടെ നേരത്തെ CPM-ന്റെ സുഹൃത്ത് പറയുന്നു ഇന്നലെയും സുധാകരൻ പറഞ്ഞു എന്ന്. എന്തിനാണ് അദ്ദേഹം ഈ നുണ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. RSSന്റെ ശാഖക്ക് കാവൽ നിന്ന് ശത്രുക്കളെ തുരത്തിയോടിച്ച് എന്ന് അദ്ദേഹം പറയുന്നു. ജനതാ പാർട്ടി ആയിരുന്ന കാലത്ത് CPM-ന്റെ സഖ്യായിരുന്ന ഒരു കാലത്തെ കഥയൊക്കെയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ഇങ്ങനെ ഈ നുണകളൊന്നും പറയേണ്ട കാര്യമില്ല, നമുക്ക് സത്യസന്ധമായിട്ട് രാഷ്ട്രീയം പറയാലോ. നിങ്ങൾ നോക്കും മഞ്ജുഷ, ഇവിടെ കേരളത്തില് ഒരു മൂന്നാമതൊരു പിണറായി ഭരണം വന്നു എന്നിരിക്കട്ടെ, അതാണല്ലോ CPM ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നാൽ എന്താ കേരളത്തിന്റെ അവസ്ഥ? കേരളത്തിൽ ഒരു UDF മുന്നണി ഇല്ലാതാകും, കോൺഗ്രസ് പാർട്ടി ക്ഷയിച്ചു പോകും. അങ്ങനെ വരുമ്പോഴാണ്, മുന്നണി രാഷ്ട്രീയം ഇല്ലാതാകുമ്പോഴാണ് ഇവിടെ BJP-ക്ക് കടന്നു വരാൻ ഒരു അവസരം ഉണ്ടാവുക. BJP-ക്കാർ പിണറായി വിജയന്റെ തുടർ വിജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്നാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ എന്നറിയുന്നത് കൊണ്ടാണ്, അല്ലാതെ വേറെ സ്നേഹം കൊണ്ടല്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടി. അപ്പോ തീർച്ചയായിട്ടും കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസിയുടെ ബാധ്യത എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയനെ അടിയന്തരമായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിശ്ചയമായും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളത്. അല്ല, രണ്ട് കാര്യങ്ങൾ ഈ ചർച്ചയിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ശ്രീ നൗഷാദ് അലി, അതിൽ ഏതിനാണ് താങ്കൾ പ്രാധാന്യം കൊടുക്കുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ജാവദേക്കറുമായിട്ട് ചർച്ച നടത്തിയത് EP ജയരാജൻ. അതിൽ ഈ ദല്ലാൽ നന്ദകുമാർ പറയുന്നത്, ദല്ലാലിന് നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തും പറയും. പക്ഷെ ദല്ലാൽ നന്ദകുമാർ പറയുന്നത് ഈ എന്താണ്, ഈ ഒരു ചർച്ചയ്ക്ക് കാരണം ഈ BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു ഡീലിങ്സ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന്. അത് താങ്കൾ പറഞ്ഞ ഇതാണ്, ഈ 2026-ൽ LDF-ന് തുടർഭരണം കിട്ടാൻ സഹായിക്കുക, അതിന് പ്രത്യുപകാരമായി ഇപ്പോൾ 2024-ൽ BJP-ക്ക് ഒരു സീറ്റെങ്കിലും ഉറപ്പിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇതാണല്ലോ ഡീലിങ്സ്. നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇതൊക്കെ ഈ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന സംഭവമാണല്ലോ. അതൊക്കെയാണ് ഈ അപസർപ്പക കഥകൾ പോലെയും ഈ രാഷ്ട്രീയ സിനിമകളുടെ തിരക്കഥ പോലെയുമൊക്കെയാണ് ഇപ്പോൾ ഓരോ ദിവസവും ഈ സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ശോഭ പറഞ്ഞതുപോലെ 90% BJP-യിൽ ചേരാൻ സമ്മതം മൂളിയ ആളാണ് EP ജയരാജൻ. പക്ഷേ പൊടുന്നനെ അദ്ദേഹം വിറച്ചു പിന്മാറുകയായിരുന്നു. കാരണം എന്താണ്, മുകളിൽ കോളുകൾ വന്നു, ജീവന് ഭീഷണി ഉണ്ടായിരുന്നു EP ജയരാജന്, പോയാൽ തീർത്ത് കളയും എന്ന രീതിയിലുള്ള. അപ്പോൾ ഇതിൽ ഏത് സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് സുധാകരൻ പറയുന്നത്? ജയരാജൻ പോകാൻ തീരുമാനിച്ചതാണെന്നാണല്ലോ. അല്ല, ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് ഞാനൊന്ന് പൂർത്തിയാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ ദീർഘമായ ചോദ്യത്തിന് ഉത്തരം നൽകാം. അതായത് ഇവിടെ കേരളത്തിലെ BJP വിരുദ്ധരായ ഏത് വോട്ടറും അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചെയ്യേണ്ട ഒരു ദൗത്യം എന്നത് CPM-നെതിരായി വോട്ട് ചെയ്യുക എന്നതാണ്. കാരണം അല്ലെങ്കിൽ ഇവിടെ മുന്നണി രാഷ്ട്രീയം ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ട്. ഇനിയിപ്പോ ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഈ EP ജയരാജൻ BJP-യുമായിട്ടോ RSS-ഉമായിട്ടോ ചർച്ച നടത്തി എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര അത്ഭുതമുള്ളത്? പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും RSS-ന്റെ കേരളത്തിലെ ഉന്നത നേതാക്കളുമായിട്ട് തിരുവനന്തപുരത്ത് ചർച്ച നടത്തുകയും ഇടനിലക്കാരന് ബ്രോക്കറേജ് ആയിട്ട് തിരുവനന്തപുരം പട്ടണ നടുവിലെ സ്ഥലം അനുവദിക്കുകയൊക്കെ ചെയ്ത വാർത്തയൊക്കെ നമുക്കറിയാമല്ലോ. അതൊക്കെ CPM നിഷേധിക്കാത്ത കാര്യമാണല്ലോ. അപ്പൊ ഇത്തരത്തിലൊക്കെ മുന്നോട്ട് പോകുന്ന CPM-നെ ഇനി ഒരു EP ജയരാജൻ ചർച്ച നടത്തി എന്നുള്ളത് വലിയ ഒരു അവിശ്വസനീയ വാർത്തയായിട്ടൊന്നും കേരളീയരാരും പരിഗണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. EP ജയരാജൻ സ്വാഭാവികമായിട്ടും അദ്ദേഹം BJP-യിലേക്ക് പോകുന്നത് ദുഃഖകരമാണ്. പക്ഷെ പോകാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ വഴിയില്ല. അദ്ദേഹത്തിന്റെ വിധി എന്നല്ലാതെ അതിനെക്കുറിച്ച് വേറൊന്നും വ്യക്തിഗതമായിട്ടോ രാഷ്ട്രീയമായിട്ടോ പറയാനില്ല. പിന്നെ CPM-ന്റെ സ്വഭാവമാണ് അവരെ പാർട്ടി വിട്ടു പോയവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം. EP ജയരാജൻ അത് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം അങ്ങനെ പല കൈകാര്യങ്ങളുടെയും സൂത്രധാരനായി നിന്ന് അത് കണ്ട് തഴച്ച് പരിചയിച്ച് മുന്നോട്ട് വന്ന രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെത്. ഭയം കാരണം അദ്ദേഹം പോയിട്ടുണ്ടാവില്ല. എന്നാൽ അദ്ദേഹത്തിന് ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഇതൊക്കെ അവാസ്തവമാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഒരു സ്ഥാനാർത്ഥിയാണല്ലോ, അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ. ഇക്കാര്യത്തിൽ സുധാകരനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ എന്തായാലും EP ജയരാജൻ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീ നൗഷാദ് അലി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ യുവരാജ് ഗോകുൽ,
ഇവിടെ BJP-യിലേക്ക് നേതാക്കളെ അട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള പദ്ധതികൾ BJP നടപ്പിലാക്കിയിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ നിങ്ങൾ തയ്യാറായിരുന്നില്ല. ശോഭ എന്ന് പറയുന്നുണ്ട്, ശോഭയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. കേന്ദ്ര നേതാക്കളുമായിട്ട് ഈ കേരളത്തിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ അല്ലേ BJP-യിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന മറ്റു പാർട്ടിയിലെ നേതാക്കളെ കേന്ദ്ര നേതാക്കളുമായി മുട്ടിച്ചു കൊടുക്കുന്ന ഒരു ചുമതല ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് EP ജയരാജന് ഇങ്ങനെ കേന്ദ്ര നേതാക്കളുമായി സംസാരിക്കുന്നുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. അത് ജാവദേക്കർ അല്ല, ജാവദേക്കറിൻ്റെ മുകളിലുള്ള നേതാവുമായിട്ട് അങ്ങനെ ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അവസാന സമയം പിന്മാറിയെന്ന്. നിങ്ങളുടെ ഒരു അജണ്ടയായിരുന്നോ ഈ സമയം ഈ വിവരം പുറത്തു വരണം എന്നുള്ളത്? അല്ല, നമുക്ക് അങ്ങനത്തെ അജണ്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പുറത്തു പറയാനുള്ളൂ. BJP സംബന്ധിച്ചിടത്തോളം BJP കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, നിരവധി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ്, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. നമ്മളിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ വരുന്നുണ്ട്, ത്രിപുരയിലെയും ബംഗാളിലെയും CPM നേതാക്കൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് മറ്റു പാർട്ടികളിലെ JDS-ലെ ആൾക്കാർ, JDS ഇപ്പോൾ നമ്മളുമായിട്ട് സഖ്യം ചേർന്നില്ലെങ്കിൽ പോലും കഴിഞ്ഞ കർണാടക തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ BJP-യിലേക്ക് വരാത്ത ഒരു രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും ഇല്ല നിലവിൽ ഇന്ത്യയിൽ. മറ്റ് പല സംസ്ഥാനങ്ങളിലും അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. നമ്മളത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ പറയുന്ന നേതാക്കൾ നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള കാര്യം ഉണ്ടാകുന്നത്. ചിലപ്പോൾ വ്യക്തിപരമായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ആശയപരമായ കാര്യമായിരിക്കാം, മറ്റ് വിഷയങ്ങളായിരിക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഹുൽ ഗാന്ധി, നമ്മുടെ ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് പണ്ട് ട്രീറ്റ് ചെയ്തതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. വെച്ചാൽ അദ്ദേഹം ഒരു വിഷയം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ പോകുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയും വലിയ ഇൻസൾട്ടാണ് അന്ന് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിൽ നിന്നും ആ പറയുന്ന വ്യക്തിക്ക് നേരിടേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം നമ്മളിലേക്ക് വരും. അപ്പോൾ പക്ഷേ നമ്മളുമായിട്ട് ചർച്ച നടത്തുന്ന ആൾക്കാരുടെ പ്രൈവസിയെ നമ്മൾ അത്രയേറെ മാനിക്കാറുണ്ട്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നമ്മളിതുപോലെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇന്നയാൾ നമ്മളിലേക്ക് വരാൻ തയ്യാറെടുത്തിരുന്നു എന്ന് പറഞ്ഞ് ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കുന്ന മഞ്ജുഷ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്? ശോഭാ സുരേന്ദ്രൻ ഈ സൂചന നൽകിയിരുന്നുവല്ലോ, പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ്, അതും കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവ് BJP-യിലേക്ക് വരാൻ തയ്യാറായിരുന്നു, ഞാനതിന് മുൻകൈയെടുത്ത് ഒരിക്കലും ആ വ്യക്തി ആരാണെന്ന് നമ്മൾ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. സൂചനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് ഫോഴ്സ് ചെയ്തതാണ് ആ വിഷയം. അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് അവരെ പോലൊരു ലീഡറെ അത്രയും ഫോഴ്സ്, അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി, അവരെ സ്വഭാവഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി, അവർക്കെതിരായിട്ട് ഇല്ലാത്ത ആരോപണങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ എന്ത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹവുമായി ചർച്ച നടത്തിയത്, അല്ലെങ്കിൽ ഇദ്ദേഹവുമായി ഒരു സംശയം, താങ്കൾ ഈ ശോഭാ സുരേന്ദ്രൻ അന്ന് അങ്ങനെ പറയേണ്ടി വന്നു, ഇങ്ങനെ സൂചനയെങ്കിലും കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിനു മുമ്പ് ദല്ലാൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ജയരാജനുമായി ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒന്ന്, അനിൽ ആന്റണി തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിനുള്ള കുറേ ഫോട്ടോകൾ ദല്ലാൽ പുറത്തുവിടുകയായിരുന്നു. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനുമായി നടത്തിയ ഭൂമി ഇടപാടിൻ്റെ കാര്യങ്ങൾ പറയുകയായിരുന്നു. അവിടെ ജയരാജൻ്റെ ഒരു സ്പേസ് ഇല്ലായിരുന്നു. പക്ഷേ ശോഭ പിന്നീട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ആ സ്പേസ് സ്വയം ഉണ്ടാക്കുകയായിരുന്നു. ജയരാജൻ ഇങ്ങനെ ചർച്ച നടത്താൻ വന്നിരുന്നു. ഒരു മുതിർന്ന നേതാവ്, സൂചനകളെല്ലാം ആ രീതിയിലേക്ക് പിന്നീട് ചർച്ചകൾ വഴിമാറുകയും ചെയ്തു. അതാണ് ഇന്ന് KS സുധാകരൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്. അതിലേക്കാണ് മഞ്ജുഷയം വരുന്നത്. അതായത് സ്വാഭാവികമായിട്ട് അവിടെ ഒരു ചോദ്യം ഉണ്ടാകുമല്ലോ. ഇപ്പൊ TG നന്ദകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ, ദല്ലാൽ നന്ദകുമാർ എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യനുമായിട്ട് ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവിന് എന്ത് തരത്തിലാണ് അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? സ്വാഭാവികമായിട്ടും അവർക്കത് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, അവർ പറയാൻ ഫോഴ്സ്ഡ് ആയതാണ്. ഇത്തരം ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് TG നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ചർച്ച നടത്തേണ്ടുന്ന സാഹചര്യം വന്നത്. അത്തരത്തിൽ വ്യക്തിയുമായിട്ട് ഇടപഴകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിലാണ് ഈ പറയുന്ന മറ്റ് പല വിഷയങ്ങളിലേക്ക്, ഭൂമി ഇടപാട് പോലുള്ള വിഷയങ്ങളൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നതാണെന്ന് അവർ പറയേണ്ടി വന്നതാണ്. അപ്പോൾ അല്ലാണ്ട് ഒരു മനഃപൂർവ്വമായിട്ട് നമ്മളുമായിട്ട് ചർച്ച നടത്തിയ ഒരു വ്യക്തിയുടെ പ്രൈവസി എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് അവരത് പറഞ്ഞതല്ല എന്നാണ് ഞാൻ ആ വിഷയം. അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടുണ്ടാവില്ല, ഇല്ല, അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല, വെറുതെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വിഷയം കൊണ്ടിടുകയായിരുന്നു എന്നാണ്. അല്ല, അരുൺ അങ്ങനെ പലതും പറയും. അരുൺ ഇപ്പോൾ വന്നിരുന്നിട്ട് കുറേ ബെയ്റ്റുകൾ ഇടുന്നുണ്ടല്ലോ. അതായത് അരുൺ ഇപ്പോൾ ഈ വിഷയം ഇപ്പോൾ CPM-ന്റെ ഒരു ഉന്നത നേതാവ് BJP-യുമായിട്ട് ചർച്ച നടത്തിയെന്നുള്ള വിഷയത്തിൽ നിന്ന് ചർച്ച അവിടെ നിന്ന് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഭരണത്തെക്കുറിച്ച് കുറേ വിമർശിച്ച് പറഞ്ഞു, എന്നിട്ട് സംസ്ഥാന ഭരണത്തിനെ കുറേ പുകഴ്ത്തി പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം എന്തിനാണ്? നമ്മൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പുറകെ പോകണം. അവിടെ ചർച്ച വിഷയം മാറ്റി അതിലേക്ക് പോകണം. എന്തായാലും തൽക്കാലം അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം വിഷയം ഇവിടെ ഇതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ പോകാം. അതിലേക്ക് നമുക്ക് എത്രയോ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. കേരളത്തിൻ്റെ കടമെടുക്കുന്ന പരിധിയായിരുന്നാലും, കേരളത്തിൻ്റെ മറ്റ് വിഷയങ്ങളായിരുന്നാലും, ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളോ ഭരണപരാജയങ്ങളോ എന്തുകൊണ്ടുമായിരുന്നാലും ശരി തന്നെയാണ്, നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. നമുക്ക് ഇനിയും ചർച്ച ചെയ്യാമെന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ വിഷയം ഇവിടെ ചർച്ച ചെയ്തല്ലേ, നമുക്കപ്പോൾ ഈ വിഷയത്തിൽ നിൽക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ശ്രീ KS അരുൺകുമാർ, ഈ
ഇവിടെ ഈ ഒരു വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിൽ അതിൽ BJP ആണോ കോൺഗ്രസ് ആണോ കളിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്ക് അതിലൊരു സംശയം ഉണ്ടാകുമല്ലോ. ഇവിടെ ഇന്ന് കോൺഗ്രസ് നാളെ BJP എന്ന് പറയുന്ന നിങ്ങളുടെ മുദ്രാവാക്യം പൊളിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ടാവുക കോൺഗ്രസിനാണല്ലോ. BJPക്ക് ഇതുകൊണ്ട് അങ്ങനെ BJPയിലേക്ക് ആളുകൾ വരുന്നു എന്നുള്ള കാര്യം അത് പ്രകടമാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. കേരളത്തിലും ചില ചെറിയ ചെറിയ നേതാക്കളൊക്കെ ഇതിനകം തന്നെ വന്നിട്ടുമുണ്ട്. അത് പ്രാദേശിക തലത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ട് പാർട്ടികളുടെയും ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു തന്ത്രമായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ടോ ഈ സമയത്ത്? പക്ഷെ വേറൊരു കാര്യമാണ്, ദല്ലാൾ എന്ന് പറയുന്ന EPയുടെ സ്വന്തം ആളാണ്, CPMന്റെ സ്വന്തം ആളാണ്. മഞ്ജുഷ്, ഞങ്ങൾ ഇതിൽ ഒട്ടും ഓൺ ചെയ്യുന്നില്ല, ഇതിന്റെ പുറകിലും പോകുന്നില്ല, ഇതിന്റെ മുമ്പിലും പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഏറ്റവും നന്നായി ഈ 45 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ പ്രചരണത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉയർന്നു വന്ന എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഹേമന്ത ബിശ്വ ശർമ്മ അദ്ദേഹം വന്ന് പറഞ്ഞു, ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെല്ലാം കോൺഗ്രസിനെ പിളർത്തി ഒരു പ്രത്യേക കോൺഗ്രസ് ആക്കി മാറ്റി NDA മുന്നണിയിൽ ചേരാൻ തീരുമാനിച്ചിരുന്നു. കൃത്യമായി ഇന്ന നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞു. ഹേമന്ത ബിശ്വ ശർമ്മ പഴയകാല കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവും ഇപ്പൊ BJPയുടെ നേതാവും ഇപ്പൊ BJPയുടെ മുഖ്യമന്ത്രിയുമാണ്, ആസാം മുഖ്യമന്ത്രിയുമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അത്തരത്തിലുള്ള ഒരു നേതാവ് പറഞ്ഞു, ആ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസ് പോലും കൃത്യമായി ഡിനൈ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇപ്പൊ സൂററ്റ് അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നോമിനേഷൻ തള്ളിപ്പോയി. ആ തള്ളിപ്പോയതിനു ശേഷം അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം BJP ആയി മാറി എന്നുള്ള വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം അളിയൻ പോലും എന്റെ ഒപ്പല്ല ഇത്, ഈ സ്ഥാനാർത്ഥിയെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒപ്പ് എന്റെ അല്ല, കള്ള ഒപ്പാണെന്ന് അഫിഡവിറ്റ് കൊടുത്തപ്പോഴാണ് നോമിനേഷൻ തള്ളിപ്പോയത്. അതുപോലെ അരുണാചൽ പ്രദേശിൽ 10ഓളം സീറ്റിൽ കൃത്യമായി എതിരില്ലാതെ BJP ജയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ മൊത്തം കോൺഗ്രസ് പടിപടിയായി BJP ആയി മാറുന്നതും അതിന് പല കാരണങ്ങളുണ്ട്. പണാധിപത്യമുണ്ട്, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന തന്ത്രമുണ്ട്, പലതരത്തിലുള്ള വിരട്ടലും വിലപേശലുണ്ട്. പറഞ്ഞു മിണ്ടാതിരുന്നോളം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ED വരും എന്ന് ലോക്സഭയിൽ പറഞ്ഞതും BJP ചേർന്നതിന് ശേഷം അത്യാവശ്യം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നുണ്ടെന്ന് ചില കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞതും, സോണിയാഗാന്ധിയെ വിളിച്ച് കരഞ്ഞു പറഞ്ഞ് ഞാൻ BJP ചേർന്നില്ലെങ്കിൽ എന്നെ അവര് ജയിലിലിടും എന്ന് പറഞ്ഞ അശോക് ചൌഹാന്റെ വാർത്തകളും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വാർത്ത കേരളത്തിന്റെ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സജീവ ചർച്ചയാകുമ്പോൾ CPM ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. ഇത് ആരാ പറയണേ? ആരാ ഈ ശോഭാ സുരേന്ദ്രൻ? ഇവരെവിടെയായിരുന്നു 3-5 കൊല്ലം? കിണ്ണത്തിന്റെ വക്കത്തിരിക്കുന്ന അകത്താണോ പുറത്താണോ എന്നുള്ള രൂപത്തിലായിരുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ജയരാജന്റെ അടുത്തയാളാണ് ദല്ലാൾ, CPMുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ദല്ലാൾ. ഈ കൂട്ടിക്കൊണ്ടുപോയത് മറ്റൊരാവശ്യത്തിനാണെന്നാണ് ദല്ലാൾ പറയുന്നത്. CPMും BJPയുമായുള്ള ഡീലിങ്സ്, അതായത് ഈ കാര്യങ്ങളൊക്കെ, ഈ ED അന്വേഷണവും ലാവ്ലിൻ കേസും, ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം CPMന്. അതുകൊണ്ട് ജയരാജൻ പോയി ഇരുന്നു കൊടുത്തു എന്നാണ് ദല്ലാൾ പറയുന്നത്. ദല്ലാളിനെ തള്ളിപ്പറയാൻ ഇതുവരെ EP ജയരാജന് കഴിഞ്ഞിട്ടുമില്ല. ദല്ലാളും EPയും തമ്മിൽ ഇന്നും സംസാരിച്ചുവെന്ന് ദല്ലാൾ പറയുന്നു. ഈ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും EP സുധാകരനെതിരെ പറയുമ്പോഴും ദല്ലാളിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. അല്ല, ഞാൻ അതിലേക്കാ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ആലപ്പുഴ സീറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ ശോഭാ സുരേന്ദ്രന്റെ വായിൽ നിന്ന് BJPക്കെതിരെ തന്നെ എത്രയോ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് അവർ പറയുന്നതിനൊന്നും മറുപടി പറയാൻ ഞാൻ എന്തായാലും തയ്യാറാകുന്നില്ല. പിന്നെ ഈ ദല്ലാള് എന്ന് വെച്ചാൽ ഏതാ ഈ ദല്ലാള്? ഞാൻ ചോദിച്ചോട്ടെ, അവർക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹം പറഞ്ഞ വിഷയത്തില് മറുപടി പറയാനല്ല CPMന്റെ പ്രതീതി ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു തരത്തിൽ ഞങ്ങൾ ഒരേ ഘട്ടത്തിൽ ഓൺ ചെയ്തിട്ടില്ല. LDFന്റെ കൺവീനർ സഖാവ് EP ജയരാജൻ പത്രസമ്മേളനം വിളിച്ച് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായി EP ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല, ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ദുരുദ്ദേശമുണ്ട്, അത് ഇന്ന കാരണങ്ങൾ കൊണ്ടായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഈ വലിയ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണ്, നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യാം. അല്ലാതെ ആരോ എവിടെയോ പത്രസമ്മേളനം നടത്തി എന്നിട്ട് ഇങ്ങനെയൊക്കെ സംശയമുണ്ടെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാമെന്നാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ K സുധാകരൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറയുന്നത്, ഞാൻ ഒരു വാക്കും നുണ പറഞ്ഞിട്ടില്ല. ആ K സുധാകരൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം പുറത്തു വന്ന വീഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. പ്രചരണ വാഹനത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. ഈ ആനുകാലിക രാഷ്ട്രീയമൊക്കെ ഒന്ന് അറിയണല്ലോ ഇത്തരം ചർച്ചയിൽ. അതുകൊണ്ട് എന്റെ പട്ടി പോകുമെന്ന് പറഞ്ഞു, എന്റെ പട്ടി പോകും BJPയിലേക്ക് എന്ന്. ആ ക്ലിപ്പല്ലേ, അതൊന്ന് പുറത്തെടുത്തോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന് അല്ല, താങ്കൾ നോക്കുക. ശരിക്കും എനിക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞ വീഡിയോ ഞാൻ അയച്ചു തരാം.
പട്ടിപ്പൂവ പൂച്ച പോവെന്നുള്ള കാര്യം വേറെ. എനിക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോകുമെന്ന് ശ്രീ കെ സുധാകരൻ പറഞ്ഞത് ഞാൻ അയച്ചു തരാം, പുതിയത് തന്നെ. അല്ല, നമ്മൾ അതിലേക്ക് പോകണ്ട. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യാലോ. നുണ പറയുകയാണ്. ഇന്നലെ പറഞ്ഞത് എന്റെ പട്ടി പോകും ബി ജെ പിയിലെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവിടെ കൃത്യമായി എത്ര നാളായി നമ്മൾ ചർച്ച ചെയ്യുന്നു. ഗോൾവർക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി പൂജ നടത്തി വിളക്ക് കത്തിച്ചത് ആരാണെന്നൊക്കെ നമുക്കറിയാലോ. ഗോൾവർക്കറുടെ ഫോട്ടോയ്ക്ക് ചുറ്റും പോയി വിളക്ക് കത്തിച്ച് വലിയ കൊട്ടിഘോഷിച്ചത് ആരാണെന്ന് അറിയാലോ. അതുപോലെ തന്നെ ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് ആർ വി ബാബു പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ തെരഞ്ഞെടുപ്പിലും പറവൂരിൽ ജയിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമാക്കണോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീ കെ എസ് അരുൺകുമാർ ഇതൊക്കെ നിങ്ങൾ പ്രയോഗിക്കുമ്പോഴും തിരിച്ചടിക്കുന്ന ഒരു സംഭവമാണ് ഇ പി ജയരാജൻ എന്ന എപ്പിസോഡ്. ഇ പി ജയരാജൻ സംശയമുനയിൽ തന്നെയാണ്. അദ്ദേഹം ദല്ലാൽ നന്ദകുമാർ വഴി ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിക്കുക. എൽ ഡി എഫിന് ഒരു പുല്ലുമില്ല, എൽ ഡി എഫിന് ഒരു ഭയമില്ല. നുണപ്രചരണം നടക്കണവർ നടത്തിക്കോട്ടെ. ശരി, ശ്രീ നൌഷാദ് അലി കോൺഗ്രസിനെതിരെ പറയുന്നത് പോലെ അല്ല. ഇവിടെ എൽ ഡി എഫ് അത് പൂർണ്ണമായിട്ടും നിരാകരിക്കുകയാണ്. ഒരു ബന്ധവും ഇല്ല എന്നാണ് കെ എസ് അരുൺകുമാർ പറയുന്നത്. ഞാൻ മഞ്ജുഷിനോട് ഒരു കാര്യം പറയട്ടെ. ഇവരിപ്പോ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേര് ബി ജെ പി ചേരുന്നതും കോൺഗ്രസ് ഇങ്ങനെ ബി ജെ പി ആവുന്നു എന്ന ഒരു വ്യാജമൊക്കെ ഇവിടെ ഇങ്ങനെ ആവർത്തിച്ച് ഗീബൽസിനെ പോലെ പറയുന്നുണ്ടല്ലോ. ഇന്നത്തെ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയം എന്താ? നരേന്ദ്രമോദി ചാണോട് ചാൺ ഇഞ്ചോടിഞ്ച് കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. കോൺഗ്രസിനെ പരാമർശിക്കാതെ, കോൺഗ്രസിനെ ശത്രുപക്ഷത്ത് നിർത്താതെ, കോൺഗ്രസിന് മേലെ അസത്യവർഷം നടത്താതെ ഒരു പ്രസംഗത്തിലെ മിനിറ്റ് പോലും നരേന്ദ്രമോദിയുടേതായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ മോഡിയും കോൺഗ്രസും മുഖാമുഖം പോരാടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിലനിൽപ്പിന് വേണ്ടി കേഴുന്ന ആളുകൾ ഈ കോൺഗ്രസിനെയൊക്കെ ബി ജെ പി ആയിട്ട് ചേർത്ത് കെട്ടിയാൽ ഈ ജനങ്ങൾ ഇവരെ നോക്കി ചിരിക്കുകയല്ലാതെ എന്ത് ചെയ്യും? പക്ഷെ എനിക്ക് അവരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. കാരണം സഹതാപമേ ഉള്ളൂ. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നോമാൻസ് ലാൻഡിൽ നിൽക്കുന്ന ഒരു വോട്ടും കിട്ടാൻ പ്രത്യേകിച്ച് രാഷ്ട്രീയ സാധ്യതയില്ലാത്ത ആളുകൾ ഇത്തരത്തിൽ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ബംഗാളിലും ത്രിപുരയിലും ഒക്കെ അവർ ഞങ്ങളുടെ കൂടെ മത്സരിക്കുന്നത്. ബംഗാളും ത്രിപുരയും പതിറ്റാണ്ടുകൾ അടക്കി ഭരിച്ച പാർട്ടിയുടെ താഴെ തട്ടിലെ യൂണിറ്റ് വരെ ബി ജെ പിയിലേക്ക് ഒലിച്ചു ചേർന്ന് ലയിച്ചു കഴിഞ്ഞു. 2019 തെരഞ്ഞെടുപ്പിൽ അതൊക്കെ ശരിയാണ്. അങ്ങനെയാണ് അവിടെ സി പി എംകാർ പോയിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ പോയിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആളുകളും പോവുകയാണല്ലോ. രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് പോയത് നൌഷാദ് അലി. അപ്പോൾ നിങ്ങൾക്കും അത് ഓൺ ചെയ്യുന്നതിൽ അല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നതിൽ നിങ്ങൾക്കുള്ള അവകാശമില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പറയുന്ന വെളിപ്പെടുത്തലുകളിലൊക്കെ ഈ ചർച്ച നടത്തിയവരുടെ കൂട്ടത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളും വന്നിട്ടുണ്ട്. അവര് ഇല്ല, ഞങ്ങളില്ല എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ശരി, അത് ആർക്കും വന്ന് ആരുമായിട്ടും സംസാരിക്കാം. പക്ഷേ നിങ്ങളുടെ നേതാക്കളും വീണു പോകുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് കേട്ടോ. ഇവിടെ അവരും മോഹികളാണ്, ബി ജെ പി മോഹികളാണ് അവരും. മഞ്ജുഷേ, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയ ആളുകളുടെ ഒരു കണക്കെടുത്താല് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയ ആളുകളാണ് ഈ രാജ്യത്ത് സംഘടനാ കോൺഗ്രസും ഈ രാജ്യത്ത് സോഷ്യലിസ്റ്റ് കക്ഷികളും ഈ രാജ്യത്ത് ജനതാ പാർട്ടിയും ഒക്കെ ഉണ്ടാക്കിയത് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയ ആളുകളാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയ 4 പേർ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരായിട്ടുണ്ട്. പിന്നെ മൊറാർജിയും ചരൺ സിംഗും വി പി സിംഗും ചന്ദ്രശേഖറും ഒക്കെ. അങ്ങനെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒത്തിരി മഹാരഥന്മാർ കാലങ്ങളായിട്ട് പോയിട്ടുണ്ട്. ഈ രാജ്യത്തെ പല പ്രതിപക്ഷ പാർട്ടി സ്ഥാപകരും ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു. ഇന്ന് ബി ജെ പിയിലേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ പോകുന്നതിനെ കേരളത്തിലൊരു രാഷ്ട്രീയ ലാഭമാക്കാൻ വേണ്ടിയിട്ട് സി പി എംമാര് നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നുണകളാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട വഴിമാറ്റിവിടാൻ പലതും പറയും. അവർ മലബാറിലുടനീളം പറയുന്നത് സമസ്ത ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, സമസ്തയും പി എം എ സലാമും തമ്മിൽ പോരാട്ടമാണ് എന്നൊക്കെയാണ്. സമസ്തയും പി എം എ സലാമും തമ്മിലുള്ള പോരാട്ടമൊക്കെയാണോ ഈ തെരഞ്ഞെടുപ്പില് ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഉപാധിയാക്കുന്ന ഒരു വിഷയം? ഇത്തരത്തിൽ അജണ്ട ഇല്ലാതെ, നയമില്ലാതെ, ഭരണവിരുദ്ധ വികാരത്തിൽ വലഞ്ഞ് പരാജയ ഭീതിയിൽ ഉഴറി നടക്കുന്ന ആളുകൾ സ്ഥലജല വിഭ്രാന്തിയിൽ പലതും പറയും, പല ജൽപ്പനങ്ങളും അവരുണ്ടാക്കും. അത് മാത്രമാണ് ഇതൊക്കെ. അല്ലാതെ കോൺഗ്രസ് വിട്ടുപോകുന്ന കാര്യമൊക്കെ പറഞ്ഞു വരുമ്പോ ഇതൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. 2019 MLA പദവിയിൽ ഇരുന്നുകൊണ്ട് അത് രാജിവെക്കാതെ ഒരാള് ലോക്സഭയിലേക്ക് മത്സരിച്ച് നാണം കെടുത്തിയ പാർട്ടിയൊക്കെയാണ് CPM. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ BJP യുടെ ഹിംസാത്മക രാഷ്ട്രീയം രാജ്യത്ത് അരങ്ങേറുകയാണ്.
എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തുന്നു. അതിന്റെ ഏറ്റവും വലിയ വേട്ടക്കും ക്രൂരതക്കും കോൺഗ്രസ് ഇരയാവുന്നുണ്ട്. ആ ശരി ശരി കോൺഗ്രസിനോട് നേതാക്കൾ ഇതൊക്കെ ഈ രാജ്യത്തെ വലിയവായി മതേതര പറയും, പക്ഷേ മുതിർന്ന നേതാക്കൾ തന്നെ ജനാധിപത്യ പോയി വിശ്വാസികൾക്ക് BJP-യുമായിട്ട് വലിയ രഹസ്യമായിട്ട് ചർച്ച നടത്തുകയും ചെയ്യും. ശ്രീ യുവരാജ് ഗോകുൽ, പക്ഷെ നിങ്ങളുടെ ശ്രമം വിജയിച്ചിട്ടില്ല. ആര് ചർച്ച നടത്തും? മുതിർന്ന ആര് ചർച്ച നടത്തിയ നേതാക്കളുമായിട്ട് ആര് കാര്യം ചർച്ച നിങ്ങൾ നടത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അല്ല പൊതുസമൂഹത്തിന് അല്ല മുന്നിൽ. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അല്ല. എന്റെ ഊഴ അവസാനിപ്പിക്കരുത്. അല്ല, ആര് ഇ പി ചർച്ച ജയരാജന്റെ നടത്തി? പേര് ജയരാജൻ പറയുകയാണെങ്കിൽ ചർച്ച ഇ പി നടത്തിയ ജയരാജന്റെ കാര്യമാണ് പേര് പുറത്ത് പറയുമ്പോൾ മറ്റുള്ളവരുടെയും പേര് പറയേണ്ടി വരും. ഇ പി അല്ലല്ല, ജയരാജന്റെ പേര് ഞാൻ പറയുമ്പോൾ കോൺഗ്രസിൽ അതേ ആര് രീതിയിൽ ചർച്ച തന്നെ നടത്തിയെന്നായി ഉയർന്നു പറയണത്? വന്ന ഇന്നത്തെ മറ്റുള്ളവരുടെ ശോഭാ പേരുകളും സുരേന്ദ്രൻ പറയേണ്ടി എന്താ വരും. പറഞ്ഞത്? 90% BJP ആയി എന്നാ പറഞ്ഞത്. നിങ്ങൾ ശോഭക്കെതിരെ കേസ് കൊടുക്കുന്നേ, അവരൊരു സ്ഥാനാർത്ഥിയല്ലേ? ശോഭക്കെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞു ഇ പി ജയരാജനോട്. ശോഭാ സുരേന്ദ്രനാണ്, ഈ ശോഭാ സുരേന്ദ്രൻ എന്ന BJP നേതാവിനല്ലേ ആര് BJP-യിൽ വരാൻ ചർച്ച നടത്തി എന്നുള്ളതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുക? അവര് പറഞ്ഞില്ലേ അവർക്കെതിരെ കേസ് യുവരാജ് ഗോകുൽ, കൊടുക്കട്ടെ. പക്ഷേ ഈ ശ്രമങ്ങൾ ഒരുപാട് നടത്തി, പക്ഷെ ഒന്നും വിജയം കണ്ടിട്ടില്ല. ഇപ്പോൾ കുറെ ഏറെ പേരുടെ പേരുകൾ പറഞ്ഞു. ഇനി ഇപ്പോൾ ജയരാജന്റെ പേര് പറഞ്ഞു, മഞ്ജുഷ് മുരളീധരന്റെ പേര് ഗോപാലിന്റെ പറഞ്ഞു, അന്വേഷണാത്മക രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞു. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ചർച്ച നടത്തി എന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ. അതൊക്കെ പുറത്തുവിടും. പക്ഷെ ഒന്നും ആരും ചേരാൻ തയ്യാറായിട്ടില്ല. അത് മറ്റൊരു കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ശ്രമങ്ങൾ വിജയം കണ്ടിട്ടില്ല. അല്ല, അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ 100 പേരോട് സംസാരിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ 5 പേരായിരിക്കും തയ്യാറാവുക. ബാക്കി 95 പേര് പിന്നീട് കാലാകാലം. ഇപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മൾ 2014 സംസാരിക്കുന്ന സമയത്ത് എത്ര പേര് ചേരാൻ തയ്യാറായിട്ടുണ്ടാകും? അവരിൽ പലരും ഇപ്പം 2016 ചേരുന്നുണ്ടാവും, 17 ചേരുന്നുണ്ടാവും, 20 ചേരുന്നുണ്ടാവും. ഇപ്പോൾ 2024 ചേർന്നിരിക്കുന്നവരോട് 2024 ജനുവരി 1-നായിരിക്കില്ലല്ലോ ചർച്ച നടത്തിയിരിക്കുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് അവരുമായിട്ട് ടോക്കിലുണ്ടാകും. അതൊക്കെ മുമ്പോട്ട്, അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അത്തരം സാധ്യതകളെ നമ്മുടെ ഭാഗത്ത് നിന്ന് പരിശോധിക്കുന്നതിനകത്ത് നമുക്ക് നമ്മളെ സംബന്ധിച്ചും തെറ്റൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസിയെ വളരെയധികം മാനിച്ച് തന്നെയാണ് അത്തരം വിഷയങ്ങളിൽ മുമ്പോട്ട് പോകുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൂറത്തിലെ വിഷയം ശ്രീ അരുൺകുമാർ പറഞ്ഞു. അരുൺകുമാറിനോട് എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ തവണ സൂറത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. നോട്ടയ്ക്ക് 0.99% വോട്ട്, നിങ്ങൾക്ക് 0.54% വോട്ടായിരുന്നു ഇടതുപക്ഷത്തിനോട് ഉണ്ടായിരുന്നത്. CPM-നല്ല, CPI-ക്കാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തവണ നിങ്ങളവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. എന്തുകൊണ്ടാണ് നിർത്താതിരുന്നത്? BJP കാശ് തന്നതുകൊണ്ടാണ് നിർത്താത്തതെന്നാണോ നിങ്ങൾ പറഞ്ഞു വരാൻ പോകുന്നത്? ഇന്ത്യ സഖ്യമല്ലായിരുന്നു അവരെ സഖ്യം അവിടെ ഗുജറാത്തിൽ എന്ത് സഖ്യമാണ്? ഗുജറാത്തിൽ അപ്പോൾ പഞ്ചാബിൽ അവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? CPM CPI-യും ഒക്കെ പഞ്ചാബിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്നാണ് ഇന്ന് വാർത്ത വരുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് എന്ത് പറ്റിയെന്നുള്ളതിനെ കുറിച്ചിട്ടും നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഞങ്ങൾ കാശ് കൊടുത്തിട്ടൊന്നുമല്ല ഒരാളെയും ഇങ്ങനെ എന്താണ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ഒരാളാണ്. അയാളുടെ നോമിനേഷൻ പിൻവലിക്കപ്പെട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ട് അയാൾ പിന്നീടുണ്ടായ ഒരു പ്രോസസ്സിൽ അയാൾ BJP-യിലേക്ക് ചേരുന്നു, അല്ലെങ്കിൽ ചേരാതിരിക്കുന്നു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. അതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. അത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ പറയുന്ന ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്രയോ സീറ്റുകളിൽ എതിരില്ലാതെ ഇടതുപക്ഷം ജയിക്കുന്ന സാഹചര്യമുണ്ട്. മറ്റുള്ളവരെ പ്രോപ്പറായിട്ട് നോമിനേഷൻ പോലും കൊടുക്കാൻ സമ്മതിക്കാത്ത തലത്തിൽ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ കൊണ്ടുവന്നിട്ട് BJP ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്തൊരു വലിയ ശരികേടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളത്തിലേക്ക് നല്ല എണ്ണം പറഞ്ഞ നേതാക്കൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ അനിൽ ആൻ്റണി വന്നിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പത്മജ അവർ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, CPM-ൻ്റെ എത്രയോ നേതാക്കൾ വന്നിട്ടുണ്ട്. CPM-ൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആൾക്കാരുൾപ്പെടെയുള്ള ആൾക്കാർ BJP-യിലേക്ക് വരികയും BJP ടിക്കറ്റ് നിന്ന് മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ BJP-ക്ക് നേതൃതലത്തിൽ നിങ്ങളൊരു അസ്പർശത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടൊന്നും തന്നെ താഴെത്തട്ടിൽ അത്തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകുന്നില്ല എന്നൊന്നും അർത്ഥമില്ല. ഇപ്പോൾ ശബരിമല വിഷയം വരുമ്പോൾ തന്നെയും എത്രയോ അണികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ BJP-യിലേക്ക് വരികയും BJP-ക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ കടുത്ത CPM-കാർ തന്നെ BJP-ക്ക് വോട്ട് ചെയ്ത് ശീലിച്ച് തുടങ്ങിയിട്ടുണ്ട് പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും. അത് വരുന്ന ആളുകളിൽ പൂർവാധികം ശക്തിയോടുകൂടി മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഇന്നിപ്പോൾ അണികളാണ് വരുന്നത്, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ഇടതുപക്ഷത്തിൻ്റെ വോട്ടർമാർ. പണ്ട് പറയുമായിരുന്നു അരിവാളിൽ കുത്തിക്കഴിഞ്ഞാൽ അരിവാളിൽ മാത്രമേ കുത്താൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ കുത്തിക്കൊണ്ടിരുന്ന പലർക്കും ഇന്ന് കാര്യഗൗരവം മനസ്സിലാവുന്നുണ്ട്. അവർക്ക് ബോധ്യം വരുന്നുണ്ട് യാഥാർത്ഥ്യത്തെക്കുറിച്ചിട്ട്. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവരിന്ന് പലരും മാറ്റി വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അത് ചെറിയ നമ്പറൊന്നുമല്ല, വലിയ നമ്പർ തന്നെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 2004 2009 2014 കിട്ടിക്കൊണ്ടിരുന്ന വോട്ടല്ലല്ലോ ഇന്ന് BJP-ക്ക് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വോട്ടർമാരും പുറത്തുനിന്ന് വന്ന ആൾക്കാരും അല്ല. നമ്മളിപ്പോൾ ഗുജറാത്തിൽ നിന്നും UP-യിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒന്നും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത വോട്ടർമാരൊന്നും അല്ല. ഇവിടെയുള്ള മലയാളികൾ തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. അത് കൈപ്പത്തിക്കും അരിവാളിനും ഒക്കെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വോട്ടർമാർ തന്നെയാണ് മാറി BJP-ക്ക് വോട്ട് ചെയ്യുന്നത്. അത് ഇന്ന് വോട്ടർമാർ വോട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നാളെ നേതാക്കൾ നമ്മളിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ശരി, ശ്രീ അരുൺ മറുപടി.
ഈ BJPയുടെ പ്രതിനിധി വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ഈ കാര്യങ്ങൾ പറയുകയാണ്. പക്ഷെ BJPക്ക് എന്തോ വലിയ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15% വോട്ടാണ് BJPക്ക് കിട്ടിയത്. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ അത് 11.5% കുറഞ്ഞു. ഒരു 3-3.5% വോട്ട് കുറഞ്ഞു നിങ്ങളുടെ. അതായത് നിങ്ങൾക്ക് ശബരിമല അടക്കമുള്ള പ്രത്യേക സാഹചര്യത്തിൽ 2019 കിട്ടിയ വോട്ട് 2021 ആയപ്പോഴേക്കും ഇത്ര ശതമാനം 3% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 4-1 വോട്ട് കുറഞ്ഞു. അതായത് നിങ്ങൾക്ക് ആകെ ഒരു സീറ്റ് കിട്ടി, നേമം സീറ്റ് കിട്ടിയിരുന്നു. ആ സീറ്റ് വരെ നഷ്ടപ്പെട്ട് വട്ടപൂജ്യമായി മാറി. വോട്ടിംഗ് ശതമാനവും 2% കുറഞ്ഞു. ആകെ കിട്ടിയ സീറ്റ് നഷ്ടപ്പെട്ടിട്ട് BJP ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞില്ലേ, 20 ലോക്സഭാ മണ്ഡലത്തിലും 2ാം സ്ഥാനത്തെത്താൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. ഒരു മണ്ഡലത്തിൽ നിങ്ങൾ 2ാം സ്ഥാനത്തായിരുന്നു, അതുപോലും നിങ്ങൾക്ക് എത്താൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയില്ല. കാരണം നിങ്ങൾ ഈ രാജ്യത്തെ നശിപ്പിച്ച് വെണ്ണീറാക്കി എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യവും നടപ്പാക്കിയില്ല. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഈ രാജ്യത്തെ 51 നിന്ന് 117 എത്തിച്ചു. 50 രൂപയ്ക്ക് ഡീസൽ കൊടുത്തു, 50 രൂപയ്ക്ക് പെട്രോൾ കൊടുത്തു. കൃത്യമായിട്ട് അറിയാം ജനങ്ങൾക്ക്. അതുപോലെ തന്നെ 15 ലക്ഷം വിദേശത്ത് ഓരോരുത്തരുടെയും പേര് കള്ളപ്പണം കിടന്നൊക്കെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. 195,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനം വിറ്റ് തടിപ്പിച്ച് തരിപ്പണമാക്കി കളഞ്ഞു. അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നിശ്ചയിച്ചു. സ്ത്രീ സംവരണ ബില്ല് നടപ്പാക്കി. ഏത് പാർലമെന്റിൽ പാസ്സാക്കി. 10 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റാത്ത തരത്തിൽ. അത് വാക്കൊന്നും പാലിച്ചില്ലെന്ന് മാത്രമല്ല കൂടുതൽ ദുരന്തത്തിലേക്ക് ഈ നാടിനെ തള്ളിവിട്ടു. അതുകൊണ്ട് കേരളത്തിലെ ജനത വളരെ ായിരിക്കുമല്ലോ ശ്രീ KS അരുൺകുമാർ. അതിലും നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടല്ലോ. കാരണം സംസ്ഥാന സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം കൂടി, അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ കൂടി ഇവിടെ നടക്കുമ്പോൾ അതിൽ തിരിച്ചടി ഉണ്ടാകാൻ നിങ്ങൾക്കും സാധ്യതയുണ്ടല്ലോ. കാരണം ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഈ വികാരമുണ്ടല്ലോ, അത് ഉരച്ചു നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഉന്നയിക്കുന്ന ഒരേ കാര്യമാണ്, UDFും LDFും ഉന്നയിക്കുന്ന ഒരേ കാര്യമാണ്. അല്ല, അതിൽ പ്രശ്നമുണ്ട് മഞ്ജുഷേ. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, ലോകസഭാ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 പേരെ കോൺഗ്രസിന് വേണ്ടി വിജയിപ്പിച്ചു വിട്ടതാണ് UDFിന് വേണ്ടി. ഒരാൾ പിന്നെ LDF ആയി. ബാക്കി 18 പേരുണ്ടായിരുന്നു. തങ്ങളുടെ MP-മാർ തങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് ഏറ്റവും ഗൗരവത്തോടെ അലയടിച്ചുയരുന്നത്. അങ്ങനെ ഉയരുമ്പോ പകുതി ഫണ്ട്, 1/4 ഫണ്ട് പോലും ചെലവഴിക്കാതെ 5 കൊല്ലം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത UDFിന്റെ MP-മാരെ കുറിച്ച് വിശദമായിട്ടുള്ള പരിശോധന നടക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികളും വികസനങ്ങളും ജനസേവന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ഒക്കെ ചർച്ചയാകും. ഞങ്ങൾക്കതിന് സംശയമില്ല. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ തൊടില്ലാന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇതെല്ലാം സജീവമായി ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ആനുകൂല്യം ഇടതുപക്ഷത്തിനായിരിക്കും. കാരണം ഞങ്ങൾക്ക് കൃത്യമായി വാക്കുപാലിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പെൻഷൻ ഇടയ്ക്ക് കുടിശ്ശിക വന്നു. അതുപോലെ കിഫ്ബിയുടെ അടക്കം പ്രവർത്തനത്തിൽ ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായി. അതിന്റെ കാരണം ഞങ്ങൾ ജനങ്ങളോട് നന്നായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവസാനത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് ഇരട്ടിയായി മാറി. ഒരു നേതാവും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഈ വിഷയത്തിലും തെന്നിമാറുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് ഒരു CPMന്റെ നേതാവും മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടില്ല. മറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, തോറ്റു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന്. അപ്പോൾ എത്രമാത്രം ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതിനിടെയാണ്, അതിനു മുൻപ് തന്നെ മുതിർന്ന നേതാക്കൾ പോയി BJPയുമായി ചർച്ച നടത്തുകയാണ്. എന്തിനു വേണ്ടി? 2026 ഉറപ്പിച്ചു കിട്ടുന്നതിന് വേണ്ടി, തുടർഭരണം ഉറപ്പിച്ചു കിട്ടാൻ. അത് BJPയുടെയും ഒരു ആവശ്യമാണ്, കോൺഗ്രസ് മുക്ത് ഭാരതം. അതിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് 2026 ഇവിടെ LDF തുടർന്നോട്ടെ എന്ന് BJP ചിന്തിക്കുന്നു. EP ജയരാജൻ പോയി ചർച്ച നടത്തുന്നു BJP കേന്ദ്ര നേതാക്കളുമായിട്ട്. ഇങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾ ഇത്ര രാഷ്ട്രീയ നിലവാരമില്ലാത്ത ആളായി മാറരുത്. മോഹൻ ഭഗവത് അറിയാലോ ആരാണെന്ന്. അദ്ദേഹം നാഗപ്പൂരിൽ കഴിഞ്ഞ വിജയദശമി നാളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അവസാനം വാചകം, ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനെയും ഇല്ലാതാക്കിയാൽ മാത്രമേ തങ്ങൾ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രം ഇവിടെ പുലരൂ എന്നതാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരോട് ഇത്ര സ്നേഹമാണ് 2026 ഇടതുപക്ഷം തുടർന്നോട്ടെ, അങ്ങനെ കോൺഗ്രസ് വിമുക്ത ഭാരതം ആര് വിശ്വസിക്കാനാണിത്? ഈ ഇടതുപക്ഷമാണ് കഴിഞ്ഞ 10 കൊല്ലമായി BJPക്ക് വേണ്ടി എന്തെങ്കിലും ശല്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലും പുറത്തുണ്ടാക്കിയിരിക്കുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ട് അല്ല, ഒറ്റ മിനിറ്റ്, ഇലക്ട്രൽ ബോണ്ട് 10,000 കോടി രൂപ. മഞ്ജുഷ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. BJPക്ക് 10,000 കോടി രൂപ കിട്ടിയ ഇലക്ട്രൽ ബോണ്ട് ഈ ഇലക്ഷൻ കാലത്ത് അത് 20,000 30,000 കോടി കിട്ടിയേനെ. കോൺഗ്രസിന് 2,000 കോടി കിട്ടിയ ഇലക്ട്രൽ ബോണ്ട് 1 രൂപ പോലും വേണ്ടെന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയി നിയമ പോരാട്ടം നടത്തി BJPയുടെ എല്ലാ സ്വപ്നങ്ങളെയും തകർത്ത, സാമ്പത്തിക ശക്തിയായി മാറാനുള്ള BJPയുടെ സ്വപ്നങ്ങളെ തകർത്ത CPMനെ
അങ്ങ് സഹായിക്കാൻ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. അത് ബിൽക്കീസ് ബാനുവിന്റെ കേസായാലും കാശ്മീരിനെ കീറിമുറിച്ച കേസായാലും ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ച സാഹചര്യമായാലും സാമ്പത്തിക ഫെഡറലിസം തകർത്ത സാഹചര്യം എല്ലാത്തിലും പോയി നിയമ പോരാട്ടം നടത്തി ഞങ്ങളാ. ഈ മിനിഞ്ഞാന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ സുപ്രീം കോടതി ഇന്ന് സമീപിച്ചിരിക്കുന്നത് CPM ആണ്. ആ CPM-നെ അങ്ങ് സഹായിച്ചേക്കാം 2026-ൽ. അതിനുവേണ്ടി ഇപ്പോഴേ ചർച്ച തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുട്ടികൾ പോലും വിശ്വസിക്കാത്ത ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം എടുത്ത് നമ്മൾ ഇങ്ങനെ അലക്കി ചർച്ച ചെയ്യണോ? ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിപ്പിടിക്കുന്ന എത്രയോ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ ജനത പ്രബുദ്ധരാണ്. അതിനെതിരെ നിയമ നടപടികളെ പറ്റി ആലോചിക്കുന്ന കാര്യം നൗഷാദ് അലി ഇവിടെ പറയുകയുണ്ടായി. ഞാനിവിടെ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് EP ജയരാജൻ K സുധാകരനെതിരെ മാത്രം നിയമ നടപടി, മാനനഷ്ട കേസ്, വക്കീൽ നോട്ടീസ് ഇതിനൊക്കെ പോകുന്നു? എന്തുകൊണ്ട് നേരിട്ട് ഈ ചർച്ചയിൽ പങ്കാളികളായ ദല്ലാൽ നന്ദകുമാറിനെതിരെയും ശോഭാ സുരേന്ദ്രനെതിരെയും ഒരക്ഷരം മിണ്ടുന്നില്ല? ശോഭയെ അറിയില്ല എന്ന് മാത്രം പറഞ്ഞ് എന്തുകൊണ്ട് ഒഴിയുന്നു? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ആരോപണം ഉന്നയിച്ച എല്ലാവർക്കുമെതിരെ സഖാവ് EP ജയരാജൻ നിയമ നടപടി സ്വീകരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങൾക്ക് ഞങ്ങൾ ഒരു വിലയും കൊടുക്കുന്നില്ല. ചില ആളുകൾ ഇങ്ങനെ ആരോപണമായിട്ട് ഇങ്ങനെ വരും. കാരണം അതിന് മറുപടി കെ സുധാകരന് അൾഷിമേഴ്സ് ആണ്, മറവിയാണ്, മരുന്ന് കഴിക്കുന്നില്ല തുടങ്ങിയ അതിശയപകരമായ പരാമർശങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. അപ്പുറത്തെ സൈഡിൽ തന്റെ സന്തത സഹചാരിയായ ദല്ലാൽ നന്ദകുമാറിനെതിരെ ഒരു വാക്കുപോലും അദ്ദേഹം പ്രയോഗിച്ചിട്ടില്ല. ശോഭാ സുരേന്ദ്രനെതിരെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ മിതത്വം സൂക്ഷിക്കുകയും ചെയ്തു. കാരണം തെളിവുകൾ ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. ശോഭാ സുരേന്ദ്രൻ പിന്നീട് വാർത്താ സമ്മേളനത്തിൽ EP ജയരാജന്റെ മകനയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പോലും മാധ്യമങ്ങളെ കാണിക്കുകയുണ്ടായി. ഒറ്റ മിനിറ്റ് സഖാവ് EP പത്രസമ്മേളനം നടത്തുമ്പോൾ K സുധാകരൻ മാത്രമേ രാവിലെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയുള്ളൂ. EP-യുടെ പത്രസമ്മേളനത്തിന് ശേഷമാണ് മറ്റു പലരുടെയും പ്രസ്താവന വന്നത്. അതെല്ലാം കൃത്യമായി EP മറുപടി പറയും. LDF-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനൊക്കെ ഞങ്ങൾ നന്നായി കൗണ്ടർ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ UDF-ന്റെയും മാധ്യമങ്ങളുടെ ലക്ഷ്യം ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഞങ്ങളുടെ മുഴുവൻ ഊർജ്ജവും സമയവും കളയണം എന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് ആ അജണ്ടയ്ക്ക് മുന്നിൽ ഞങ്ങൾ കീഴടങ്ങില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിപ്പിടിക്കുന്ന നിരവധി രാഷ്ട്രീയം, ഇപ്പൊ നാളെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ദേശീയ രാഷ്ട്രീയത്തിലടക്കം ഞങ്ങൾ കൃത്യമായ അഭിപ്രായം പറഞ്ഞ് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിപ്പോവാണ്. ഇപ്പൊ സുപ്രീം കോടതിയിൽ ഇന്ന് ഞങ്ങൾ കേസ് കൊടുത്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇടപെടാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് ആരോപണങ്ങൾക്ക് പുറകെ പോകുന്നവർ അങ്ങനെ പോകട്ടെ, അവർക്കെതിരായിട്ടുള്ള മറുപടി ഞങ്ങൾ പറയും. അതോടൊപ്പം തന്നെ മുഖ്യധാരാ വിഷയങ്ങൾ മുഖ്യധാരയിൽ നിന്ന് പോകാതെ പോകുമെന്ന് EP പറഞ്ഞിട്ടുണ്ട്. അരുണിന്റെ വാദം എന്ന് പറയുന്നത് അതിനുശേഷമാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ ദല്ലാൾ പക്ഷേ EP-ക്ക് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ EP ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞു. അത് മറ്റൊരു ആവശ്യത്തിനാണ്, അത് ഈ ഡീലിങ്സിന്റെ കാര്യമാണെന്ന്. അതായത് EP വാർത്താ സമ്മേളനം നടത്തിയതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും മാധ്യമങ്ങളെ കണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിനുള്ള പ്രതികരണത്തിനുള്ള സമയമായിട്ടില്ല എന്നാണ്. നൗഷാദ് അലി, ഇവിടെ മഞ്ജുഷ, ഈ EP ജയരാജന്റെ വൈദേഹം റിസോർട്ടിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥരാരാന്ന് നോക്കിയാൽ മതി. കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണ് എന്ന EP ജയരാജന്റെ പ്രസ്താവന നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഇപ്പൊ ദല്ലാൽ നന്ദകുമാർ EP ജയരാജന്റെ സ്വന്തക്കാരനാണല്ലോ. അദ്ദേഹം തന്നെ പറയുന്നു ജാവേദ്കറുമായിട്ട് കൂടി കണ്ടു എന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ ഇവർ ഈ കൂടി കണ്ടതിനൊക്കെ എന്താ വിശ്വസനീയത നമ്മൾ കൽപ്പിച്ചു കൊടുക്കണേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിണറായി വിജയനും കോടിയേരിയും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് കീഴിൽ ഈ പറഞ്ഞ RSS-ന്റെ ഉന്നത നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഒന്നല്ല രണ്ടല്ല പലതവണ. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത് വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരൊക്കെ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ കൃത്യമായി നടത്തുന്നവരാണ്. അതിന്റെ എല്ലാ സൂചകങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഇവിടെ അരുൺകുമാർ നേരത്തെ പറയാണ് മറ്റേ ഇലക്ട്രൽ ബോണ്ട് കോൺഗ്രസിനും കിട്ടി, BJP-ക്ക് വലുതായിട്ട് കിട്ടി എന്നൊക്കെ. എങ്ങനെ CPM-ന് അത് കിട്ടുക? CPM-ന്റെ മുഖ്യമന്ത്രിയുടെ മകള് നേരിട്ട് തന്നെ കാശ് ബ്ലാക്ക് ആയിട്ടും വൈറ്റ് ആയിട്ടും ഒക്കെ മേടിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ കൊടുക്കേണ്ടവരൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പാർട്ടിക്ക് എങ്ങനെ കിട്ടും? അങ്ങനെ കിട്ടാത്തതിന് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഇവിടെ BJP-യുടെ ഇലക്ട്രൽ ബോണ്ട് അങ്ങ് പൂട്ടിച്ചിട്ട് അവരെ സാമ്പത്തികമായി മരവിപ്പിച്ചു CPM എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേട്ട ആളുകൾക്ക് ചിരി വരില്ലേ? ഈ രാജ്യത്തിന്റെ പൊതുസ്വത്ത് മുഴുവൻ കൊള്ളയടിച്ച് ഡംപ് ചെയ്ത് കൂട്ടിയ BJP-യെ കുറിച്ച് ഇലക്ട്രൽ ബോണ്ട് അങ്ങ് നിർത്തലാക്കിയപ്പോ അവരങ്ങ് ദാരിദ്ര്യരായി എന്നൊക്കെ വിശ്വസിക്കുന്ന CPM-മാരോടൊക്കെ എന്ത് പറയാൻ? ഇതൊക്കെ പറഞ്ഞ ആളുകളെ വിഡ്ഢികളാക്കും. ആളുകൾ ചിരിക്കില്ലേ? ഏതായാലും ഇവരെക്കാളൊക്കെ വിവരം ഇവിടുത്തെ പൊതുജനത്തിനുണ്ടല്ലോ. ആവശ്യമില്ല.
നരേന്ദ്രമോദി നിരന്തരം 175 കോടി രൂപ കൊടുത്തിട്ടാണ് മരുമകനെ വെളുപ്പിച്ചെടുത്തത്. കടന്നാക്രമിക്കുന്നതിന് 170 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് ബിജെപിക്ക് കൊടുത്തത്. ഇവര് പറയുന്നത് സ്നേഹിത, ഇവിടെ ഈ കളത്തിലേക്ക് ഇടിച്ചു കയറി ഒരു റോൾ ഉണ്ടാക്കാൻ അമേഠിയിലെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ 170 കോടി രൂപ ഇവിടെ എല്ലാവർക്കും കൊടുത്ത് മനസ്സിലാവും. വെളുപ്പിച്ചെടുത്തത്. നരേന്ദ്രമോദി ഇവിടെ പറഞ്ഞത് കോൺഗ്രസിനെതിരെയാണ് അസത്യങ്ങൾ മുഴുവൻ നിരത്തിയത്. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയാണ് ദുർവ്യാഖ്യാനം ചെയ്തത്. മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തെയാണ് ദുർവ്യാഖ്യാനം ചെയ്തത്. ഞങ്ങൾ എല്ലായിടത്തും വേണ്ട നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ കേസ് കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അത് പറഞ്ഞ് ഇതൊക്കെ എട്ടുകാലി മമ്മുഞ്ഞ് ചമഞ്ഞൊക്കെ മുന്നോട്ട് വരുമ്പോ ഈ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ നോക്കി ചിരിക്കും. നിങ്ങളുടെ ഭരണം ചർച്ച ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും സൗകര്യവും സന്തോഷവും ഉള്ളത്. ഇവിടെ എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞത് 2 സീറ്റ് കിട്ടിയ വലിയ വിജയമാണ് എന്നാണ്. ആ സീറ്റ് പോലും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിലൂടെ തന്നെ കേരളത്തിലെ പൊതുജനത്തിന് വ്യക്തമാവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം തീർത്തും കാണുമ്പോൾ നല്ല ബിരിയാണി കഴിക്കണായിട്ട് സ്വപ്നം കണ്ടോ? പഴങ്കഞ്ഞി കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണണ്ട. ഇന്നങ്ങടെ സ്വപ്നം കാണാൻ പറ്റൂ. നാളെ ഇത് പെട്ടിയിലാകും. 20 സീറ്റ് വരെ 21 സീറ്റ് ഉണ്ടെങ്കിൽ ആ 21ാമത്തെ സീറ്റ് യുഡിഎഫിന് ജയിക്കാൻ നിങ്ങളുടെ ഭരണം ചർച്ച ചെയ്താൽ മതി. ശരി ഞാൻ ഇടപെടുകയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, ഈ ബിജെപിയിലേക്ക് ആളെ കൂട്ടുന്നതിന് വേണ്ടി ഈ ദല്ലാളുമാരുടെ സഹായം നിങ്ങൾ എന്തിനാണ് തേടുന്നത്? ഒരു രൂപ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു മുമ്പ്. വിലക്കയറ്റമാണ്, ഇടപെടാൻ ആരുമില്ല. ഇതുപോലെ ജനങ്ങളെ നരകത്തിലേക്ക് എറിഞ്ഞ മറ്റൊരു സർക്കാർ കേരളപ്പിറവിന് ആളുകളുടെ ചോര തിളക്കുകയാണ്. പ്രതിഷേധം കൊണ്ടാണ്, അല്ലാതെ അവർക്ക് തുടങ്ങാൻ അറിയുള്ളൂ, നിർത്താൻ അറിയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആളുകളൊക്കെ ചെറ്റത്തരം പറയുകയാണ് എന്ന് വിശ്വസിക്കുന്ന, എന്ന് ആക്രോശിക്കുന്ന ജനാധിപത്യ വിരുദ്ധനായ പിണറായി വിജയനെ എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ സഹിക്കാനാണ്? അദ്ദേഹത്തിന്റെ ഭരണലീലാവലാസങ്ങൾ വേറെ, മകളുടെ അഴിമതി വേറെ. അല്ല, ഇപ്പൊ CPM-ന്റെ നേതാക്കളെ എവിടെയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ എന്താണ് ചെയ്തിരിക്കുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയുക? അവർക്കിപ്പോ ബന്ധം ദല്ലാളുമാരായിട്ടാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ദല്ലാളുമാരാണല്ലോ അവരുടെ കാര്യവുമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്നല്ലോ. ഇപ്പോൾ ഈ പറയുന്ന ദല്ലാള്, ഈ പറയുന്ന EP ജയരാജന് BJP-യിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ദല്ലാളിനോട് തന്നെയല്ലേ സംസാരിക്കേണ്ടി വരിക. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദല്ലാൾ മുഖാന്തരം നിങ്ങൾ EP-ക്ക് സന്ദേശം നൽകുന്നു. അദ്ദേഹമാണ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതെന്നാണ് കഴിഞ്ഞ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അത് ദല്ലാള് പറയുന്നതല്ലേ, അദ്ദേഹം പറയും, നന്ദകുമാർ പറയുന്നതാണ്. ഞാൻ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യത്തിന് മാത്രമേ എനിക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം TG നന്ദകുമാർ എന്താണ് ഇങ്ങനെ ഒരാൾക്ക് ചേരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ കാണുന്നത് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നേതാവിനെ അവിടെ വെച്ചാണ് കാണുന്നത്. ഈ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന TG നന്ദകുമാറാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 2019 BJPക്ക് ശബരിമല വിഷയം കാരണം 15% വോട്ട് കിട്ടി എന്നാണ് പറയുന്നത്. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് 15% മുകളിൽ വോട്ട് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. അരുൺകുമാറിന് കണക്കില്ലേ. 2016 പ്രത്യേകിച്ച് ഒരു ശബരിമല വികാരവും ഇല്ലാതിരുന്ന സമയത്തും BJPക്ക് 15% വോട്ട് കിട്ടിയിട്ടുണ്ട്. അരുൺകുമാർ കണ്ടിട്ടില്ലേ. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 2-3% വോട്ടിന്റെ കുറവ് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ അരുൺകുമാറെ, 35 വർഷം നിങ്ങൾ ഭരിച്ച ബംഗാളിൽ നിങ്ങൾക്ക് എത്രയാണ് ഇപ്പോൾ വോട്ട് ശതമാനം എന്നൊന്ന് പറയാമോ? 35 വർഷം നിങ്ങൾ ഭരിച്ച ബംഗാളിൽ നിങ്ങൾക്ക് ഇപ്പോൾ 7% വോട്ട്. കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ ഇരട്ടി വലിപ്പമുള്ള 35 വർഷം നിങ്ങൾ ഭരിച്ച ബംഗാളിൽ നിങ്ങൾക്ക് ഇന്നുള്ളതിന്റെ ഇരട്ടി വലിപ്പമുള്ള പാർട്ടിയാണ് കേരളത്തിൽ പോലും. അതായത് ഇന്ത്യയിലെ ഏറ്റവും BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർബലമായി നിൽക്കുന്ന 2 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ആ ഏറ്റവും ദുർബലമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും നിങ്ങൾ 35 വർഷം ഭരിച്ച സംസ്ഥാനത്തുള്ളതിൻ്റെ ഇരട്ടി വലിപ്പം ഞങ്ങൾക്കിവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ താങ്കളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, താങ്കൾ ഈ പെട്രോൾ വിലയുടെ കാര്യം പറഞ്ഞു. ഞാൻ താങ്കളോടൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ നിന്ന് കേന്ദ്രം പെട്രോളിൻ്റെ നികുതിയായിട്ട് വാങ്ങിക്കുന്നത് 19 രൂപ മാത്രമാണ്. 30 രൂപയ്ക്ക് മുകളിൽ നികുതിയായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കേരള സർക്കാരാണ്. നിങ്ങളതങ്ങ് കുറച്ചാൽ തന്നെ വലിയ തോതിൽ കേരളത്തിലെ പെട്രോളിന് വില കുറയും. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അധികം പെട്രോളിന് വില വരുന്ന രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അത് താങ്കൾ മറന്ന് സംസാരിക്കരുത്. ഒന്ന്. രണ്ട്. അല്ല, ഞാൻ
കംപ്ലീറ്റ് ചെയ്യട്ടെ. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ സംസാരിച്ചോട്ടെ അരുൺകുമാറേ. അല്ലല്ല മഞ്ജുഷ അങ്ങനെ അങ്ങ് പോലെ, മഞ്ജുഷ അങ്ങനെ അങ്ങ് പോലെ. അദ്ദേഹത്തിന് ധാർമ്മിക രോഷം കൊണ്ടതാണ് അദ്ദേഹം ചില കാര്യങ്ങളിൽ. അദ്ദേഹത്തിന് ഞാനൊന്ന് മറുപടി അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ താങ്ങുവിലയെ കുറിച്ചിട്ട് പറഞ്ഞു. ഞാൻ 2023 ഒരു വാർത്ത താങ്കൾക്ക് വേണ്ടിയിട്ട് വായിച്ചു തരാം. നെല്ലിന്റെ താങ്ങുവില കേന്ദ്രം കൂട്ടി, കേരളം കുറച്ചു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് അത്ര വലിയ കർഷക സ്നേഹവും താങ്ങുവില സ്നേഹവും ആണെന്നുണ്ടെങ്കിൽ കേന്ദ്രം കഴിഞ്ഞ 3-4 വർഷങ്ങളിലായിട്ട് 5-6 രൂപ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അതിന് ആനുപാതികമായിട്ട് നിങ്ങൾ കുറച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലിയ കർഷക സ്നേഹമൊന്നും കേരളത്തിൽ ഇരുന്നുകൊണ്ട് പറയരുതേ അരുൺകുമാറേ. പിന്നെ 2016 നിങ്ങൾ അധികാരത്തിൽ വരുന്ന റേറ്റിൽ നിങ്ങൾക്ക് ഇന്ന് കറണ്ട് ബില്ല് പറ്റുമോ ജനങ്ങളിൽ നിന്ന്? വൈദ്യുതി നിങ്ങൾ കാറായിട്ടാണോ നിങ്ങൾ ഇന്ന് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? വെള്ളത്തിന്റെ ബില്ല് നിങ്ങൾ അതേ റേറ്റിലാണ് വാങ്ങിക്കുന്നത്. എത്ര മടങ്ങ് കൂട്ടിയാണ് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വീട് വെക്കണം, 1000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് എത്ര മടങ്ങാണ് നിങ്ങൾ കൂട്ടിയിരിക്കുന്നത്? 1, 2, 3, 4 അതോ 100? എത്ര മടങ്ങാണ് നിങ്ങൾ കൂട്ടിയിരിക്കുന്നത്? പോട്ടെ, ഒരു വാടക വീട് എടുക്കാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് മുദ്രപത്രം വാങ്ങിച്ചുകൊണ്ടിരുന്നിടത്ത് ഇന്ന് 500 രൂപയാണ്. 5 മടങ്ങാണ് നിങ്ങൾ കൂട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം അതിനൊക്കെ ഉത്തരം പറയാം. നിങ്ങൾ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ, അയ്യോ രാജ്യത്തിനെ അങ്ങ് ഭരിച്ചു കുടിച്ചുകൂടെ, ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, നരകമായി ഒരു സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ഭരിക്കുന്ന ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുന്നിനകത്ത് ഒരു മരപ്പട്ടി വരെ മൂത്രമൊഴിച്ചു വെച്ച് പ്രതിഷേധിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത്. യുവരാജ്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭരണം നിലനിർത്തുവാൻ വേണ്ടി ഒരു സീറ്റ് 2 സീറ്റായാൽ പോലും വലിയ വിജയമാണെന്ന് അരുൺകുമാറെ AK ബാലൻ പറഞ്ഞതാണ് ശരി. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങളുടെ ചിഹ്നം വല്ല മരപ്പട്ടിയോ ഈനാം പേച്ചോ ആയിരിക്കും, അരിവാൾ ചുറ്റിക ഉണ്ടാവില്ല. ഇതേ ഭരണം തുടരുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഇപ്പോൾ ജയരാജൻ ജാവദേക്കറുമായി നടത്തിയിട്ടുണ്ട്. അല്ല, അത് ജയരാജൻ അല്ലല്ലോ പറയുന്നത്, TG നന്ദകുമാർ അല്ലേ പറയുന്നത്. TG നന്ദകുമാർ പറയുന്നതിനകത്ത് ഞങ്ങൾ എങ്ങനെയാണ് ശരിയാണെന്ന് പറയുക? അത് അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് BJP-യിൽ വരാൻ വേണ്ടിയിട്ടുള്ള ചർച്ച മാത്രമാണ് EP ജയരാജനുമായിട്ട് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ CPM ഡിസോൺ ചെയ്യുന്നത് ശോഭയുടെ വാക്കുകളാണ്, നിങ്ങൾ ദല്ലാളിന്റെ വാക്കുകളും ഡിസോൺ ചെയ്യുന്നു. അല്ല, അവർ ദല്ലാളുടെ വാക്കുകൾ അവർ ഓൺ ചെയ്യുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ചർച്ച നടത്താമല്ലോ. അവർ ദല്ലാളുടെ വാക്ക് അവർ ഓൺ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ നമ്മുടെ ലീഡറാണ്. ശോഭാ സുരേന്ദ്രൻ എന്താണോ പറയുന്നത് അത് മാത്രമേ നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശോഭാ സുരേന്ദ്രനോട് അദ്ദേഹം ചർച്ച നടത്തിയിരിക്കുന്നത് ശ്രീ EP ജയരാജന് BJP-യിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വാട്സാപ്പ് ചാറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിക്ക് ഉള്ള ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എവിഡൻസ് വെച്ചിട്ടാണ് അവരത് സംസാരിച്ചിരിക്കുന്നത്. നമുക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഓൺ ചെയ്യാൻ സാധിക്കൂ. ശരി, ഈ എവിഡൻസുകളെ ഡിസോൺ ചെയ്യുവാൻ നിങ്ങൾക്കും കഴിയില്ലല്ലോ ശ്രീ KS അരുൺകുമാർ. ശോഭ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, EP ജയരാജന്റെ മകൻ എന്തിനാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് വാട്സാപ്പ് സന്ദേശം അയക്കുന്നത് എന്ന്? അത് നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതാണ്. ജയരാജൻ വരട്ടെ, പറയട്ടെ, മറുപടി നൽകട്ടെ. ഞങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിലാക്കുന്നില്ല. അല്ല, ഇവിടെ ശ്രീ EP ജയരാജൻ തന്നെ പത്രസമ്മേളനം നടത്തി. അന്ന് ആ പത്രസമ്മേളനം നടത്തുന്നത് വരെ പുറത്തു വന്ന വിവരങ്ങൾ കൃത്യമായി നിഷേധിച്ചിട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2-3 വെളിപ്പെടുത്തൽ വന്നു. അത് പിറ്റേ ദിവസം പറയും, അദ്ദേഹം കൃത്യമായി തന്നെ അത് മറുപടി പറയും. ഒരു തരത്തിലും ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് പുറകെ പോകുന്നില്ല. നുണപ്രചരണം നടത്തുന്നവർ അങ്ങനെ പൊക്കോട്ടെ. 2020 തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വരെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വരെ ഇത്തരത്തിൽ നിരവധി നുണപ്രചരണം ഉണ്ടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വരെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും കണ്ടുകൊണ്ടേയിരുന്നു. പക്ഷെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നു. ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം. ഇപ്പോഴും ഇത് തന്നെ. ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പല നമ്പറായി UDF-ഉം വരും, പല ദല്ലാൽമാരും വരും, BJP-യും വരും, അതുപോലെ തന്നെ പല മാധ്യമങ്ങളും വരും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം, നല്ല പ്രതിരോധം ഒരുക്കി മുന്നോട്ട് പോകുന്നത്. വിവാദങ്ങൾക്ക് പുറകിൽ പോകുന്നവർ അങ്ങനെ പൊക്കോട്ടെ. ഞങ്ങളുടെ സ്ഥാനം ജനമനസ്സിലാണ്, ജനഹൃദയത്തിലാണ്. അതിഗംഭീരമായിട്ടുള്ള വിജയത്തോടെ ഞങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കും. നന്ദി ശ്രീ KS അരുൺകുമാർ, ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ KP നൌഷാദ് അലി പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു, EP ജയരാജൻ BJP-യിലേക്ക് പോകാൻ ശ്രമിച്ചെന്ന ആരോപണം വിശ്വസനീയമോ? വിശ്വസനീയമെന്ന് 78% പ്രേക്ഷകർ, അല്ലെന്ന് 19%, നിഷ്പക്ഷം 3%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.